അല്ല നബീസോ എവിടുക്കാ ജീ പായണത്? ഞാനൊരു കാര്യം പറയാനേ, നമ്മളാ സോപ്പ് പൊടിയും പൈസ ഒക്കെ കിട്ടുന്ന സംഭവല്ലേ, അതിന്റെ ഒരു കാര്യം പറയാനാണ്. ഇങ്ങോട്ട് പോരെ മണ്ടിക്കാച്ചി വരുന്നോ? നമ്മളാ സോപ്പും പൊടി തിരുമ്പും കുളിച്ചു ചിച്ചണ സംഭവല്ലേ, അതിന്റെ ഉള്ളിൽ നിന്ന് ആ ചിരണ്ടി കടലാസ് ചിരണ്ടിയാ കിട്ടിയ കായിട്ടു നമ്മള് ദിവസം ചിച്ചണതല്ലേ. അതുകൊണ്ട് അതില് കൂയിനുണ്ട്, കൂയിനും പൈസ ഒക്കെ അല്ല. അതിന്റെ ഒരു പരിപാടി മഞ്ചേരി എന്നാൽ അതിന്റെ ഒരു പരിപാടി എവിടെ മഞ്ചേരി സിൽസില പാർക്കിൽ വെച്ച് നടക്കുന്നുണ്ടല്ലേ. അപ്പൊ അതിന് പോണ ഖദീജാനെ പാത്തുമാരെ ഘടിപ്പിച്ചില്ലേ, ഓടിയിട്ടൊക്കെ പാടെ അങ്ങോട്ട് ചെല്ല. അവിടെ തലോണ്ട തിന്നാൻ ചോറും ചായൊക്കെ വെറുതെ അവിടെ നമ്മള് പോയാ മതി. ഇന്നെ പറയാതെ എന്നിട്ട് ഇനി എടുക്കാത്തോലും ഉണ്ടെങ്കിൽ എന്ത് കേട്ടാന്നോ, ഓലെ കൊണ്ടൊക്കെ എടുപ്പിച്ച് അതിനൊക്കെ നമ്മളാ ഇതിന്റെ എണ്ടില്ലേ, എണ്ടിന്റെ ഒക്കെ സമ്മാനം ഒക്കെ എടുത്തരാ. അവിടെ നമ്മൾ ഈ കുടിയിൽ വെറുതെ കൂത്തിരിക്കണ ഞമ്മക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിൽ വേണ്ടേ, പൈസയും വേറല്ലേ. എന്തൊക്കെ വരുമാനന്നോ, അക്കൗണ്ടിൽ കൂടി കായുണ്ട്, കൂയിനുണ്ട്. പിന്നെ ഇപ്പൊ പുതിയൊരു നിയമം അല്ല സൂറജ്ജാറിനപ്പൊ പുതിയൊരു നിയമം പറഞ്ഞത്, ഞമ്മള് തിരുമ്പ സോപ്പ് പൊടിയിൽ പൊട്ടിച്ചതിന്റെ ഉള്ളിൽ ആ കൊട്ടൂലേ, കൊട്ടുമ്പോ ഞാൻ കവർ വലിച്ചെറിയരുതേ, ചിലപ്പോ അതിന്റെ ഉള്ളിൽ തങ്ങിന്നാലേ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു കടലാസ് വരാണ്ട്, ആ കടലാസ് ഇങ്ങോട്ട് വരണ്ട വരണ്ടുമ്പോ അത് സൂറ ഇതേ ഒരു സാധനം അവിടെ ഉണ്ടാവും. അതോട്ട് ഇങ്ങനെ വരണ്ടുമ്പോഴേ ഇത് കാണും അവിടെ, ചിലപ്പോ കൂയിനേക്കാരം, അതല്ലെങ്കിൽ ചിലപ്പോ പൈസ കൂയിന് നമ്മളെ കമ്പലുണ്ടാക്കണ സാധനം സ്വർണത്തിന്റെ അതന്നെ. അപ്പൊ അത് വരുമ്പോ അത് കിട്ടുമ്പോ നമ്മൾ എന്ത് കാട്ടുക, നമ്മളവിടെ കൊണ്ടേ കൊടുത്താൽ ആ കമ്പനിയിലെ ചങ്ങായിമാരുണ്ടല്ലോ ഓലത് നമുക്ക് അതിന്റെ അതേമാതിരി കൂയിനും തരും പൈസയും തരും. എല്ലാരോടും അങ്ങോട്ട് പറയാ. അവിടക്ക് സോപ്പ് പിടിപ്പിച്ചില്ലേ എത്ര ആളെ കൊണ്ട്, ആ ആൾക്കാരെ മുയിമട് കൊണ്ടല്ല അവിടെ ചോറും ചായയൊക്കെ അന്നത്തെ ദിവസം ഇരിക്കാ സ്ഥലം എല്ലാവർക്കും. അതന്നെയാണ് ഇപ്പൊ ഈ പുതുമ, അതന്നെയാണ് ഇപ്പൊ ഈ പുതുമ. ഇക്കണ്ട ജനങ്ങൾക്കൊക്കെ 14 ജില്ലയിലാ വരുന്നത്. അക്കന്റെ ആ കൂടെ ജനങ്ങൾക്കൊക്കെ നമ്മളെ എഡ്ഡി സാറില്ലേ, അയാളെ വക ചോറും ചായയും ചെലവ് ഇരിക്കാൻ കസാലി അവിടെ വലിയ വലിയ പരിപാടികളുണ്ട്. ഇത്ര ഈ നാല് പ്രായമായിട്ട് പിന്നെ സൂറ ഇത്തിരി കാലായിട്ട് നമ്മൾ ഇങ്ങനെ സുഖത്തിൽ ജീവിച്ചുകൂടോ? എത്ര കാലമായി തിരുമ്പി കുളിച്ചു. എന്നിട്ട് ഇമ്മാരി രംഗം എവിടെയും കണ്ടിക്കണോ അനുഭവം? ഇജത് പറഞ്ഞിട്ട് ആൾക്കാരായിട്ട് ഇങ്ങോട്ട് പോവാൻ നമ്മൾ എപ്പോഴാ പുറപ്പെടുന്നു? നമുക്ക് രാവിലെ തന്നെ 9 മണിക്കാണ് അവിടെ തുടങ്ങണത്. അപ്പൊ ഇനി നേരം വെക്കത്തേക്ക് കുത്തിരിക്കാൻ കസാലിയും കിട്ടൂല. പിന്നെ വേറെ കാര്യണ്ട്, എണ്ണം കൊടുത്താലേ ചോറും ചായ ഉണ്ടാവുള്ളൂ. ഓൽക്ക് ഈ കണക്ക് വേണല്ലേ നമുക്ക്. ഇപ്പൊ 10 ആളാ പോണെന്ന് വെച്ചാൽ ആ 10 ആളെ എണ്ണം അതിനെന്താ അത് ഈ 25-ാം തീയതി ആണ് കേട്ടോ. നമ്മളെ ഈ തൊട്ടെത്തുണ്ട് ഒരു പെണ്ണ്, എന്താ പെണ്ണിന്റെ പേര് സൈമ. ഈ എണ്ണൊക്കെ ആ സൈമാക്കാണ് വിട്ടു കൊടുക്കുക. ഓളാണ് നമ്മളാ ചേർത്ത പെണ്ണില്ലേ, ആ മുജീബിന്റെ ആ പെണ്ണുങ്ങളെ, അവിടെ ഓളെടുത്താണ് ചെന്നാ എന്താന്നോ ഓൾ ഈ കണക്കാണ് കൊടുക്കും അതിന്റെ വലിയ എട്ടിക്ക്. എന്തൊക്കെ നമുക്ക് അറിയണു? നമുക്ക് നമ്മൾ ഈ ആൾക്കാരായിട്ട് ചെന്ന അവിടെ എന്തെങ്കിലും കിട്ടുമോ? ആൾക്കാരോട് പറയും ചിച്ചാ, ഈ ആൾക്കാരെ എണ്ണം കിട്ടിയാൽ എന്ത് കാട്ടുക? ആ പെണ്ണുണ്ടല്ലോ ആ സൈമ, ആ മേലാറ്റൂറ്റ് ഇതാ കൊടുത്ത ഓസോപ്പ് പിടിപ്പിത്തോലോട് മുയിമോട് കുടിപ്പിച്ച എങ്ങട്ടാ ജി പോണത്? നാളെ പോണെന്ന ഒരു കാര്യം അറിഞ്ഞു കണ്ടപ്പ ഞങ്ങൾ ഈ പോ നിക്കണത്. അത് നേരാണ്. നമ്മളാ സോപ്പും പൊടി കൂയിനും ഇതൊക്കെ കിട്ടുന്ന സംഭവല്ലേ. എന്താണെന്നറിയോ, നമ്മളെ മഞ്ചേരിയില് സിൽസില പാർക്കിൽ വെച്ചിട്ട് ഹോം ഷോപ്പ് എടുത്ത മുഴുവൻ ആൾക്കാരെയും വെച്ചിട്ട് ഒരു പരിപാടി വെച്ചിക്കണേ. എന്നറിയോ, മെയ് 25-ന് 9:30 മണിയാകുമ്പോ എല്ലാ ഹോം ഷോപ്പിക്കാരെയും നിങ്ങൾ അങ്ങോട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ സൂറ സാക്ഷ നമ്മളാ ഹോം ഷോപ്പ് എടുത്തോളില്ലേ, കൊറേ ആൾക്കാരെ കൊണ്ട് ഉടുപ്പിച്ചോ, എല്ലാരും അങ്ങോട്ട് കൊണ്ടോ ചോറും ചായ ഒരു ദിവസം മുഴുവനെ പരിപാടി ചോറും ചായ എല്ലാം അവിടുന്ന് ഉണ്ടാവും. ഹോം ഷോപ്പ് എടുത്തോലെ എല്ലാരേറ്റും പോകുന്നത് നമ്മക്ക് എല്ലാവർക്കും ഒരാവേശം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഈ കുടി കുത്തിരി ചട്ടി മാത്രം മോറ ഞമ്മക്കൊക്കെ നമ്മളെ മഞ്ചേരി സിരിസില പാർക്കിൽ വെച്ചിട്ട് നമ്മളെ കമ്പനിന്റെ നല്ലൊരു അടിപൊളി പരിപാടി നടക്കുകയാണ്. എല്ലാരും വരണം. ഈ നബീസും നിങ്ങളൊപ്പം അവിടെ ഉണ്ടാവും. ഓക്കെ.